2025 വിഷുഫലങ്ങൾ പ്രകാരം ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ നേടാൻ പോകുന്ന, വിജയിച്ച് കയറാൻ പോകുന്ന ഒരു നക്ഷത്രമാണ് പുണർദം നക്ഷത്രം എന്ന് പറയുന്നത്. മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും ഒരുപാട് സങ്കടങ്ങളും ഒക്കെ അടക്കിപ്പിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് പുണർദംകാർ നിലവിൽ എന്ന് പറയുന്നത്. ഇവരുടെ ജീവിതത്തിലെ സകല സങ്കടങ്ങളും ദുഃഖങ്ങളും തീരുന്ന ഒരു വിഷു വർഷമായിരിക്കും ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ഒരു വർഷക്കാലം എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഒരു പുണർദംകാരനോ പുണർദംകാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കണം. നിങ്ങൾ അവരോട് പറയണം, അവരോടിത് കേൾക്കാൻ പറയണം. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ച് ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കി ആരോടും പരാതിയും പരിഭവവും ഇല്ലാതെ എല്ലാം മനസ്സിലൊതുക്കി നാളെ ഒരു നന്മ വരുമെന്ന് കണ്ട് ഈശ്വരനെ വിളിച്ച് മുന്നോട്ട് പോകുന്നവരാണ് പുണർദംകാര്. അവരുടെ പ്രാർത്ഥന ജഗദീശ്വരൻ ഭഗവാൻ കേട്ടു എന്ന് തന്നെ പറയാൻ സാധിക്കുകയാണ്. അങ്ങനത്തെ ഒരു വിഷു വർഷമാണ് പുണർദം നക്ഷത്രക്കാരെ തേടി വരാൻ പോകുന്നത്. കഷ്ടപ്പാടും അധ്വാനവും കഠിനാധ്വാനവും എല്ലാം ഫലം കാണുന്ന ഒരു വർഷത്തിലേക്കാണ് പുണർദം വലതുകാലെടുത്ത് വെച്ച് വിഷുവിൽ കയറാൻ പോകുന്നത്. ധനലാഭം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും. ജീവിതത്തിൽ പ്രാരാബ്ദങ്ങളും കടങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ കുറേശ്ശെ അലിഞ്ഞില്ലാതായി ജീവിതത്തിൽ സ്വപ്നം കണ്ട പോലൊരു ജീവിതം കൈവരുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ വിഷു കഴിയുമ്പോൾ പുണർദംകാർക്ക് വരുന്നത്. പുണർദംകാർ വീട്ടിലുണ്ടെങ്കിൽ അവരോട് പറയണം, ഒരു രീതിയിലും മനസ്സുകൊണ്ട് നിങ്ങൾ തളരേണ്ടതില്ല എന്ന്. ഞാൻ പറഞ്ഞതായിട്ട് തന്നെ നിങ്ങൾ എടുത്തു പറയണം. മനസ്സുകൊണ്ട് തളരരുത്, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറയണം. ജഗദീശ്വരൻ കാവലായുണ്ട്. ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, നിങ്ങളുടെ കണ്ണീരൊപ്പും എന്നുള്ള കാര്യം അച്ചിട്ടാണ് എൻ്റെ പ്രവചനത്തിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നു. പ്രശ്നത്തിൽ കണ്ട കാര്യം പറയുന്നു. നന്നായി വരാൻ പോവുകയാണ് പുണർദം നക്ഷത്രം. കടങ്ങൾ, സാമ്പത്തിക ദുരിതങ്ങൾ, ജീവിതത്തിലെ ചില മറക്കാനാവാത്ത ചില സങ്കട അനുഭവങ്ങൾ, ഇതൊക്കെ വഴിമാറിപ്പോകുന്ന ജീവിതത്തിലേക്ക് സന്തോഷവും പുഞ്ചിരിയും ഐശ്വര്യവും കടന്നു വരുന്ന ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. ഇവരെ തേടി ചില അവാർഡുകൾ, അംഗീകാരങ്ങൾ, പ്രശംസ, ഇവർക്ക് ചില അധികാര സ്ഥാനങ്ങൾ, ഇതൊക്കെ തൊഴിൽ സംബന്ധമായിട്ട് ലഭിക്കാൻ, ഇവരുടെ കർമ്മ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബന്ധുജനങ്ങൾ വഴി ചില നേട്ടങ്ങൾ, ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രധാന ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കണ്ട് പ്രയത്നിക്കുന്ന പ്രധാന ആഗ്രഹങ്ങളൊക്കെ ഇവർക്ക് നിറവേറി കിട്ടുന്ന, നടന്നു കിട്ടുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ ഒരു വർഷം എന്ന് പറയുന്നത്. ഇവരുടെ ജീവിത പങ്കാളി മൂലം, പുണർദം നക്ഷത്രക്കാരുടെ പങ്കാളിയായിട്ടുള്ള വ്യക്തികൾ മൂലം ചില ഭാഗ്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്ന ഒരു വർഷം കൂടി ആയിരിക്കും ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ഒരു വർഷക്കാലം എന്ന് പറയുന്നത്. ഒരുപാട് ജീവിതത്തിൽ ആഗ്രഹിച്ച് ആറ്റുനോറ്റ് കണ്ണിൽ എണ്ണ ഒഴിച്ചിരുന്നു എന്നൊക്കെ പറയത്തില്ലേ, അത്തരത്തിൽ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പം നിങ്ങൾ കഷ്ടപ്പെട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മനസ്സിൽ ഓരോ ദിവസവും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യം, അത് നിങ്ങൾക്ക് നടന്നു കിട്ടുമെന്നാണ് കാണാൻ സാധിച്ചത്. എങ്ങും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ഇപ്പം ചെയ്യുന്ന അതേ ഊർജ്ജസ്വലതയോടുകൂടി ഈശ്വരനെ വിളിച്ച്, ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകൂ. അതൊക്കെ നിങ്ങൾക്ക് വശ്യമായി തീരും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലും ശത്രുക്കൾ ഒത്തിരി കാണും കേട്ടോ. ശത്രുക്കൾ ചുറ്റും ശത്രുക്കളായിരിക്കും. എങ്ങോട്ട് തിരിഞ്ഞാലും ശത്രുക്കളും എരിച്ചിലും പ്രാക്കും കണ്ണേറും തളർത്തുന്ന വാക്കുകളും, നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളും, നിങ്ങളെ പരിഹസിക്കുന്ന വാക്കുകളും, നിങ്ങളെ വെല്ലുവിളിക്കുന്ന വാക്കുകളും ഒക്കെ ഒരുപാട് കേൾക്കേണ്ടതായിട്ട് വരും കേട്ടോ. അത് തൊഴിലിടത്തിലായാലും നിങ്ങളുടെ ബന്ധുജനങ്ങൾക്കിടയിലായാലും കുടുംബത്തിലായാലും ഒക്കെ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അതിലൊന്നും തളരാനോ മനസ്സ് മടുത്ത് നിൽക്കാനോ പോകരുത്. ഭഗവാൻ കൂടെയുണ്ട്. അച്ചിട്ടായിട്ട് പറയുകയാണ്, എൻ്റെ നാവ് പൊന്നാകട്ടെ. അതുകൊണ്ടാണ് വീണ്ടും എടുത്ത് പറയുന്നത്, തളർന്നു പോയി ഇരുന്ന് കളയരുത്. നിങ്ങളെ തേടി സൗഭാഗ്യ ദിവസങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ പുതിയ വീട് വെക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇത് ഏറ്റവും നല്ല സമയമാണ് കേട്ടോ. നിങ്ങൾ മനസ്സ് കൽപ്പിച്ച്, ഭഗവാനെ എനിക്കൊരു വീട് വെക്കണമെന്നുള്ളത് കൽപ്പിച്ച് നിങ്ങൾ അതിന് ലോണോ അല്ലെങ്കിൽ വീട് വെക്കാനുള്ള കാര്യങ്ങളോ പൈസ സമാഹരിക്കുന്ന കാര്യമോ എന്താണെന്ന് വെച്ചാൽ അങ്ങ് മുന്നിട്ട് ഇറങ്ങിയാൽ മതി. വിഷു കഴിഞ്ഞു കഴിയുമ്പം
ഈശ്വരനായിട്ട് ഓരോ വാതിലുകളായിട്ട് തുറന്നു തന്ന് നിങ്ങൾക്ക് വീട് പണി പൂർത്തീകരിക്കാൻ സാധിക്കും കേട്ടോ. വീട് വാങ്ങുന്നത്, വീട് മോടി പിടിപ്പിക്കുന്നത്, വീട് പൊളിച്ച് പണിയുന്നത്, പുതുക്കി പണിയുന്നത്, വീട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, ഇങ്ങനെ ഗൃഹവുമായിട്ട് ബന്ധപ്പെട്ട, വീടുമായിട്ട് ബന്ധപ്പെട്ട യോഗം ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സമയമാണ്. ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ. ദൂരയാത്രകള്, ഒരുപാട് സന്തോഷം നൽകുന്ന യാത്രകള്, ഉല്ലാസ യാത്രകള്, ഇതൊക്കെ ചെയ്യാനും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകാനും ഒക്കെയുള്ള യോഗം ജീവിതത്തിൽ കാണുന്നുണ്ട്. ഒരുപാട് സമ്പാദ്യമൊക്കെ ചിലപ്പം ശേഖരിച്ച് കൂട്ടി വെക്കാനായിട്ടുള്ള യോഗവും ഇതേ സമയം തന്നെ കാണുന്നുണ്ട്. അതായത് ജീവിതത്തിൽ ചിലപ്പോൾ സമ്പാദ്യം എന്ന് പറയാൻ ഒന്നും കാണത്തില്ല. അന്നന്ന് വരുന്നത് അന്നന്ന് പോകുന്നവരായിരിക്കും മിക്കവരും എന്ന് പറയുന്നത്. പക്ഷേ അതൊക്കെ ഒന്ന് മാറി ജീവിതത്തിനൊരു അടിസ്ഥാനമായിട്ട് ഒരു സമ്പാദ്യമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാലം കൂടി ആയിരിക്കും വരുന്ന ഈ ഒരു വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഈ ഒരു ചിങ്ങം കഴിഞ്ഞു കഴിയുമ്പോൾ, ഈ ചിങ്ങമാസം കഴിഞ്ഞു കഴിയുമ്പം ചില ഭാഗ്യാനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നനച്ചിരിക്കാതെ വരുന്ന ഭാഗ്യങ്ങൾ, ഒരിക്കലും മനസ്സിൽ ചിന്തിച്ചിട്ടില്ല, എന്നാൽ പെട്ടെന്ന് പൊട്ടി വീണ കണക്കൊരു ഭാഗ്യം കിട്ടുന്ന ഒരവസ്ഥ. ആ ഭാഗ്യത്തിലൂടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥ. അത് ധനം തന്നെ ആകണമെന്നില്ല കേട്ടോ, എന്തും ആകാം. ചിലപ്പം ചില സാഹചര്യമാവാം, ചില വ്യക്തികളുടെ ജീവിതത്തിലേക്കുള്ള കടന്നുവരവാകാം, ചില കാര്യങ്ങൾ ഇവർക്ക് ഒരു അത്ഭുതം എന്നോണം നടന്നു കിട്ടുന്നതാകാം. ഇവർ വിചാരിക്കാതെ പോലും ചിലപ്പം തൊഴിൽ സംബന്ധമായിട്ടോ അല്ലെ ഇടപെടുന്ന കാര്യങ്ങളിലോ ഒക്കെ ചില കാര്യങ്ങൾ നേടിയെടുക്കുന്നതാകാം. ചിലപ്പം ചില സ്വത്തുവകകൾ പൂർവികരായിട്ട് കിട്ടുന്നതാകാം. അങ്ങനെ പല കാര്യമാകാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഭാഗ്യാനുഭവം ഈ ചിങ്ങം കഴിഞ്ഞു കഴിയുമ്പം അങ്ങനെ ഒരു അത്ഭുതമായി കൂടി ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും. അങ്ങനെ തൊട്ടതൊക്കെ പൊന്നാക്കി ഐശ്വര്യത്തിന്റെ നെറുകയിൽ കയറുന്ന ഒരു നക്ഷത്രമാണ് പുണർദം നക്ഷത്രം. ഞാൻ വീണ്ടും പറയുന്നു, പുണർദംകാര് നിങ്ങളുടെ അറിവിലോ പരിചയത്തിലോ ഉണ്ടെങ്കിൽ അവരോട് ഇത് കേൾക്കാൻ പറയണം. മനസ്സ് എന്തെങ്കിലും ഒന്ന് തളർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പം അവർക്ക് മനസ്സിലാകും ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്. അവർക്കേ, പുണർദംകാർക്കേ ഞാൻ പറഞ്ഞത് ശരിക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. അവരിത് അറിഞ്ഞു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും. നന്നായി വരുന്നതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ പുണർദം നക്ഷത്രക്കാര് ഈ വിഷു തുടങ്ങുന്നതിന് മുമ്പ്, അല്ലെ വിഷു തുടങ്ങി ഒരാഴ്ചയായാലും കുഴപ്പമില്ല, ചില വഴിപാടുകൾ ഞാൻ പറഞ്ഞു തരാം. ഇതൊന്ന് പുണർദംകാര് നിങ്ങളുടെ പേരിൽ ചെയ്യണേ അമ്പലത്തിൽ. ഇത് ചെയ്യുന്ന വേറെ ഒന്നിനുമല്ല, നിങ്ങൾക്ക് ആ ഒരു ഈശ്വര കടാക്ഷം ഒരു തുള്ളി പോലും ചോർന്നു പോകാതെ പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ദോഷങ്ങൾ ശത്രുക്കളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ദോഷങ്ങൾ പ്രത്യേകിച്ച് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിപ്പോകാൻ വേണ്ടി, അതിൽ നിന്നൊക്കെ ഭഗവാന്റെ ഒരു കവചം, ഭഗവതിയുടെ ഒരു കവചം നിങ്ങളെ രക്ഷിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഫലങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലും ജാതകവശാലും അല്ലാതെയൊക്കെ ചിലപ്പം ചില ദോഷങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ശത്രുക്കൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ കൊണ്ട് ഞാൻ ഈ പറയുന്ന 1-2 കാര്യം നിങ്ങൾ ഈ വിഷു അടുപ്പിച്ചൊന്ന് നിങ്ങളുടെ പേരിൽ ചെയ്യുക. ഒരുപാട് പൈസയൊന്നും ആവത്തില്ല, ചെയ്താൽ അതിന്റെ ഗുണം കിട്ടും. ഈ വീഡിയോയിലുടനീളം തിരുമേനി പുണർദം നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. പൂർവ്വനാളുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായി വളരെ നല്ല അനുഭവങ്ങളാണ് പുണർദം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. അതായത് അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും വളരെ നല്ല അനുഭവങ്ങളും ഭാഗ്യങ്ങളുമാണ് അവരെ കാത്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഒരു പുണർദം നക്ഷത്രക്കാരനൊന്ന് പുണർദം നക്ഷത്രക്കാരിയോ ഉണ്ടെങ്കിൽ തീർച്ചയായും തിരുമേനിയുടെ ഈ വാക്കുകൾ കേൾക്കാൻ നിങ്ങൾ അവരോട് പറയണം. അതിനുവേണ്ടി ഈ വീഡിയോ അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം അവരുടെ കർമ്മ മേഖലകളിൽ ഉണ്ടാകാൻ പോകുന്ന ഉയർച്ചയെ മുൻകൂട്ടി കാണാൻ ഈ വീഡിയോയിലൂടെ കഴിയും. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. മാത്രമല്ല അവരുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും ഉണ്ടാകാൻ പോകുന്ന വ്യത്യാസങ്ങളെപ്പറ്റിയും ഉയർച്ചയെപ്പറ്റിയും ഐശ്വര്യത്തെപ്പറ്റിയും എല്ലാം തിരുമേനി ഈ ഒരു വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട പരിഹാരങ്ങളെപ്പറ്റിയും ഇതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.